Dear Nurses, welcome back to Dr. APJ Nursing Academy Trivandrum. ഇതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ട്രിവാൻഡ്രത്തിലേക്ക് ഇന്ന് നടന്ന സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെന്റിന്റെ നേഴ്സ് ബി കാറ്റഗറി പോസ്റ്റിലേക്ക് നടന്ന എക്സാമിന്റെ ആൻസർ കീ അല്ലെങ്കിൽ പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ ബൈ ദ ഡോക്ടർ APJ Nursing Academy നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസുകൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ കഴിവതും നമ്മൾ അതിനുള്ള ആൻസർ റിപ്ലൈ ആയി തരാം. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻസ് കാര്യം, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 320 മാർക്കാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസ് തെറ്റി കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവ് പോവുകയും അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസിന് 0 മാർക്ക് കട്ടിങ്ങും വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ജനറലി എക്സാം ഈസ് വെരി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് കമ്പയർഡ് ടു അതർ എക്സാംസ് അല്ലെ. ഒരുപാട് കൺഫ്യൂസിംഗ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. എനിവേ ഇറ്റ് ഈസ് ആൻ ഈസി എക്സാം. ഓക്കെ, നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈഡ് ഇഫക്ട് ഓഫ് മോർഫിൻ ഇൻക്ലൂഡ്. മോർഫിന്റെ സൈഡ് ഇഫക്ട് നമുക്കറിയാം അല്ലെ, എന്തുണ്ടാക്കും? ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും മോർഫിന്റെ സൈഡ് ഇഫക്റ്റിൽ പഠിക്കേണ്ട. ഒന്ന്, സ്പിഞ്ചർ ഓഡിനെ റിലാക്സേഷൻ ചെയ്യും, അല്ലെങ്കിൽ സ്പിഞ്ചർ ഓഡിനെ കൺട്രാക്ഷൻ ചെയ്യും. കൺട്രാക്ഷൻ ചെയ്യാൻ സഹായിക്കത്തില്ല. അതുപോലെ രണ്ടാമത് റെസ്പിറേറ്ററി റേറ്റ് കുറയ്ക്കും അല്ലെ. അതുകൊണ്ട് ഡിക്രീസ് ദ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ദ സൈൻ ഓഫ് ഹൈപ്പോകാൽസീമിയ അല്ലെ. സൈൻ ഓഫ് ഹൈപ്പോകാൽസീമിയ ചോദിച്ചു കഴിഞ്ഞാൽ ട്രോസേഴ്സ് സൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. രണ്ട് സൈൻ ആണ് ഹൈപ്പോകാൽസീമിയ അനുസരിച്ച്. 3 സൈൻ ആണ് നമ്മൾ മൊത്തം പഠിക്കുന്നത്. ഒന്ന് ട്രോസേഴ്സ് സൈൻ, ചാഡ്വിക് സൈൻസ് ആൻഡ് എർസ്പാൽ സൈൻ കേട്ടോ. അപ്പൊ അതില് ട്രോസേഴ്സ് സൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. In ECG, recognizable QRS complex is absent അല്ലെ. അപ്പൊ നമുക്ക് QRS കോംപ്ലക്സിനെ ആബ്സെന്റോ അല്ലെങ്കിൽ നോൺ ഐഡന്റിഫൈബിളോ ചെയ്യുന്ന കണ്ടീഷൻ ഉള്ള അരിത്മിയാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇൻ ECG, recognizable QRS complex is absent എന്ന് വിളിക്കുന്നത് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ is the correct answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4. മോസ്റ്റ് കോമൺ സർജിക്കൽ പ്രൊസീജിയർ ഫോർ അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെ. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് റെക്ടോ സിഗ്മോയിഡൽ കോളൻ ആണ് അല്ലെ. അതുകൊണ്ട് മെയിൻലി എന്താണ്? റെക്ടോ സിഗ്മോയിഡോ കൊളോസ്റ്റമി ആണ് ഇതിൽ സാധാരണ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അതിന്റെ ഓരോ പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു? കൊളോസ്റ്റമി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ ലൂപ്പ് കൊളോസ്റ്റമി ഈസ് ദ ഓപ്ഷൻ ഫോർ ദ മോസ്റ്റ് കോമൺ സർജിക്കൽ പ്രൊസീജിയർ ഫോർ അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Isotope used in bone scan, radio isotope used in bone scan ചോദിച്ചു കഴിഞ്ഞാൽ correct answer is Tungstenium 99 is the correct answer for this question. Next question, clinical sign of rejection of after renal transplant include the following except അല്ലെ. അപ്പൊ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ there is a chance for increased WBC, fever, അതുപോലെ decrease urine output and tenderness, swelling over the transplant site ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ ആണ് അല്ലെ. അവിടെ ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട് വരത്തില്ല. ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ള കിഡ്നിയാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി നല്ല രീതിയിൽ ഔട്ട്പുട്ട് എക്സസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് question number 7. The most common type of surgery for BPH. BPH in a common surgery ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് അല്ലെ. അപ്പം ഇറ്റ് ഈസ് ദ ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി അല്ലെ. ഹ്യൂമൻ ബോഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ സ്കെൽറ്റൻ, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 206 ബോൺസുകളാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് question number 9.
Next question, attachment of muscle to bone by tendon, alle bone to bone by ligaments, alle appam ivda correct answer is it is by muscle to bone is the correct answer, is tendon is the correct answer. Next question, fight and fight response made by the body in emergency situation associated with the increased activities of adrenal gland അല്ലെങ്കിൽ adrenal medulla secreting epinephrine and norepinephrine എന്ന് പറയുന്ന രണ്ട് ലോക്കൽ ഹോർമോൺസുകളെ സെക്രീറ്റ് ചെയ്യുന്നു. Correct answer is option A. Next, acromegaly is produced by the oversecretion of growth hormone അല്ലെങ്കിൽ somatotropin. It is secreted by the anterior pituitary gland. Simple ആയിട്ടുള്ള question. Next question, 1 ounce is equal to 30 ml. 1 ounce is equal to 30 ml is the correct answer. Next, 13. The amount of blood filtered in renal capsule per minute. The amount of blood filtered by Bowman's capsule is the glomerular filtration rate. It is called glomerular filtration rate. Next, of sugarcane dust, അല്ലെ sugarcane dust. അപ്പം ബാഗിൽ ഷുഗർ കൊണ്ടുപോകുന്നു, കോട്ടന്റെ ബിസിനസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കോഡ് ഇട്ട് പഠിച്ചേക്കുന്നത്. അപ്പം ബാഗോസിസ് ഈസ് ദ sugarcane is the correct answer for this question. Next, fracture of the distal end of the radius is called Colles fracture. Distal end of the radius is called Colles fracture. Next question, following is a contraindication of bag and mask ventilation. Bag and mask ventilation is contraindicated in diaphragmatic hernia. Bag and mask ventilation is contraindicated in diaphragmatic hernia. Diaphragmatic hernia bag and mask ventilations എടുക്കുമ്പോൾ വെന്റിലേഷൻസ് ഗ്യാസ് ഈസോഫാഗസിലോട്ട് പോയി ഹെർണിയ റപ്ചർ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Phosphatase test, phosphate test is used for the efficiency of pasteurization. The efficiency of pasteurization of milk by phosphatase test. Next question, exophthalmos is seen in hyperthyroidism. Graves' disease is the correct answer for this question. Next question, red neck syndrome or red man syndrome, it's seen in vancomycin side effect. The vancomycin side effect is the red neck syndrome. Next, a drug is used in a patient having shock using dopamine is the drug of choice for patient in a shock category. Next question, the normal CSF protein level is 50 to 45 is the correct answer, and sugar is around 60. Sugar is by 2/3 of the RBS is the sugar value. CSF protein is 15 to 45 is the correct answer. Next question, reflex control the respiration is controlled by medulla oblongata is the correct answer. Medulla oblongata and pons are the reflex control of respiration. Next, an important post-operative care for patient who has undergone stapedectomy, the surgery of the middle ear. There is a connection of eustachian tubes into the nose, so the patient cannot instruct the patient to blow into the nose very blow ചെയ്തു കഴിഞ്ഞാൽ there is a pressure changes ഉണ്ടാവും. അവിടെ എന്താണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ് ചെയ്തേക്കുന്ന സ്റ്റെപ്പിഡക്ടമി ഒക്കെ എന്ത് ചെയ്യാൻ പോകണം, ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം, അവിടെ പ്രഷർ കൂടി ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് നോട്ട് ടു ബ്ലോ ദ നോസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, most common acute myocardial infarctions. Commonly acute MI, the most is LAD, left anterior descending artery. It is supplied by left side of the heart. It means left ventricles of the heart. It means anterior wall of left ventricle. Question number 25, epidemiological triad. It means agent, host, environment are the
epidemiological triad. Agent, host, environment are the epidemiological triad. Next question. Married couple with a woman in the reproductive age group are simply called it as by eligible couple is the correct answer. Married couple where the woman in the reproductive age group is called eligible couple. The register is maintained in the subcenter is the correct answer. Next question. Osteochondral bedding. Osteochondral bedding is seen in vitamin D deficiency or rickettsial feature. It's a rickettsial. Osteochondral is the bone and cartilaginous bedding. Next. Third generation IUDs are mainly, it is a hormonal type. Third generation IUDs are the hormonal types, and copper and silver are the second generation, and hormonal are the third generation IUD. Islets of Langerhans are present in the pancreas. Pancreas in the endocrine part is called islets of Langerhans. Next question. Example of a congenital cyanotic heart disease. Cyanotic heart disease is tetralogy of Fallot. Okay. But the correct answer is tetralogy of Fallot is the correct answer. Next question. Fluoroscopic visualization of the urinary tract after injection of a radio-opaque dye is called intravenous pyelogram. Fluoroscopic visualization of the urinary tract after injection. Intravenous pyelogram dye word which answer. Next. Most common complication associated with the mumps. Most common complication of infant is aseptic meningitis, but in the young adolescents and adult, the important is orchiditis. Orchiditis is the performance of ASHA worker. The performance of ASHA worker is monitored by the indicator is reduction of infant mortality rate, reduction of maternal mortality rate, reduction in case fatality rate. The performance of ASHA worker. Next, ICT, intracranial tension, is a classical sign of, it means classical sign of increased ICP. The sign is bradycardia is the correct answer. Next. Steatorium indicates, steatoria, it means the abnormal digestion of the fat is called steatoria. Steatoria means fat malabsorption can lead to abnormal digestion of fats. Maximum score of Glasgow-Coma scale is 15. 15 is the maximum score of Glasgow-Coma scale. Next. Carbohydrate yield the energy at the rate of, carbohydrate yield 4 kilocalorie per gram. 4 kilocalorie energy yielding. Next question. Crossing over the optic nerve in the cranial cavity is called optic chiasma. Crossing over the cranial nerve in the cranial cavity is called optic chiasma. Next. Duration of one cardiac cycle is around 0 to 8 seconds. Duration of one cardiac cycle or duration of a one single heartbeat is 0.8 seconds is the correct answer for this question. Next. Clotting factor 9 deficiency causing, 9 deficiency can leading to Christmas disease is the correct answer for this question. Next. The longest vein in the human body is the long saphenous vein. Long saphenous vein is the longest vein in the human body. Next question. Small pouch in the beginning of a thoracic. Small pouch in the beginning of a thoracic duct is called cisterna chyli is the correct answer. Cisterna chyli is the small pouch in the beginning of the thoracic duct is called cisterna chyli is the correct answer. Potent stimulant of the respiratory center. Respiratory center stimulant is potent. Potent stimulant is carbon dioxide and carbon monoxide are more affinity towards the
brain or respiratory center are more affinity towards the changes in the carbon monoxide or carbon dioxide. Carbon dioxide is the correct answer. Next. Peritonsillar abscess is also called quinsy. Quinsy is the correct answer for this question. Next. Enzyme present in the saliva is salivary amylase is the correct answer. Salivary amylase is the enzyme present in the saliva is the correct answer. Next question. Accidental removal of parathyroid gland during thyroidectomy procedure can cause hypocalcemia or tetany-like symptoms. Tetany is the correct answer for this question. Next question. Primary effect of cold application. Cold effect is vasoconstriction is the primary effect of cold application. Vasoconstriction is the primary. Next, gastric lavage is contraindicated after injection of corrosive alkali. Corrosive alkali, gastric lavage is contraindicated. Already ഞാൻ പഠിപ്പിച്ചതാണ്, already short notes ഇട്ടിട്ടുണ്ട് ഇതിൽ, യൂട്യൂബ് വീഡിയോസിൽ റൈസ് ട്യൂബിനെ പറ്റി ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. നെക്സ്റ്റ്, sudden fall of temperature. Sudden fall is called crisis. Gradual fall is called lysis. Sudden fall in temperature is called crisis. Next, the most frequent cause of maternal death during childbirth is the hemorrhage is the correct answer. Hemorrhage is the most common cause of maternal death during childbirth is hemorrhage is the main cause, postpartum hemorrhage. Next, bluish discoloration of cervix during the pregnancy is simply called it as Chadwick sign. Bluish discoloration of cervix during the pregnancy is called Chadwick sign. Salt losing syndrome. Salt losing means it is a sodium loss from the body. It means it is the tumor of the adrenal gland. Adrenal gland tumor, it means is a adrenal hyperplasia or congenital adrenal hyperplasia is the cause for salt losing syndrome. Next, false idea or belief. False idea or belief that our patient accept it real. So false fixed belief is called delusion is the correct answer. Next, flashback of an unpleasant, terrifying, painful experience may occur. Flashback, it means occur post-traumatic stress disorder. Previous ആയിട്ട് വരുന്ന വെച്ച് നോക്കുമ്പോൾ post-traumatic stress disorder is the correct answer. Okay. Next, the gamophobia. Gamophobia is simply called it as the fear of marriage is called gamophobia. Gamophobia means fear of marriage. Next question. Burning and tingling sensation of feeling alcoholic is suggestive of peripheral neuropathy. Burning and tingling sensation, it can lead into peripheral neuropathy is the correct answer for this question. Next, the best method of destroying hospital waste by high temperature incineration or novel high temperature incineration is the best method. Drying method used for preservation of food by desiccations method. Desiccation is the drying of the method for preservation of food is called desiccations. Next, hormone that help to maintain ADH is the correct answer. Next, the disorder of the fifth cranial nerve disorder is trigeminal neuralgia. Question number 61. Question number 61. In CPR, the compression ventilation ratio is 30:2 is the correct. Mention ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? We can consider as adult client. Next, cardiac dysarrhythmias are seen in both hyperkalemia and hypokalemia are the first priority. So the answer will be hypokalemia is the correct answer for this question. Next, World No Tobacco Day. It is May 31st is the World No Tobacco Day. World No Tobacco Day is the May 31st. Next question.
The position recommended for a patient with epistaxis or bleeding prevented by sitting, leaning forward position is important for the recommended position recommended for a patient with epistaxis is the correct answer. Next, nerve supplying for the diaphragm. Diaphragm is supplied by phrenic nerve. Phrenic nerve is supplied by diaphragm. Next question. Helminger's maneuver. Helminger's maneuver is used to expel out the foreign body in the respiratory tract obstruction is the correct answer for this question. Next question. Oxygen and carbon dioxide are exchanged in the lungs by simple diffusion is the correct answer. Diffusion is the correct answer for this question. Then the patient ascites should take a diet which is, ascites means patient having edema. Edema means water retention. Water retention means sodium and water retention. So patient having hypervolemia, increased BP. So the restricted sodium diet is important for question number 69. Chronic exposure to poor lighting. Chronic exposure of poor lighting in industry is causing minus nystagmus. Minus nystagmus is the correct answer for this question. Poor lighting means our eyeball, eye muscles strain views strain eye muscles there is a paralysis and nystagmus condition. Minus nystagmus is the correct answer. Next, size of respirable dust is 10 micron is the correct answer. 10 micron is the respirable size. So the N95 mask is not allowed the particles more than 10 microns. So the correct answer is option. Next question. Largest or heaviest immunoglobulin is IgM is the correct answer. IgM is the heaviest immunoglobulin. Frequent swallowing in a patient following a tonsillectomy, it can indicate for a hemorrhage is the correct answer. Hemorrhage is the correct answer for this question. Neurological injury in a newborn known as kernicterus is due to. Kernicterus is mainly due to the complications of hemolytic jaundice. Hemolytic jaundice is the main common cause. In hemolytic jaundice mainly occurs due to unconjugated bilirubin or Rh incompatibility. So unconjugated bilirubin is the correct answer for this question. Next. The following should be specially monitored to administer mannitol safely. Mannitol administered based on the urine output. So if the kidney is not functioning, so mannitol will be withheld. So it is an important for urine output. Hourly measurement is important for the administration of mannitol. Next question. Question number 75. Disinfection means destroying all the pathogenic microorganisms, not including their spores. Spores in a disinfect, it is autoclaving. Destroying all pathogenic organisms. Disinfection pathogenic, non-pathogenic kill out. Disinfection main purpose is pathogenic organisms kill. 99% pathogenic organism during the disinfection. Chlorination kill. Okay. Our correct answer is disinfection means destroying all pathogenic microorganisms is the correct answer. Next question. Which of the following will soften, soothe, and protect the skin by emollient? Emollient is the correct answer for this question. Emollient is the correct answer for this question. Emollient is the correct answer for this question. Okay. Next question. Next slide. How much salt must be added to 1 liter of water make a solution of normal saline? 1 liter of normal saline means 0.9% NS. So it is equal to 9 gram in 1000 ml or 0.9 gram in 100 ml. So the correct answer is 1 liter, 9 gram is the correct answer for this question. Next. Surfactant is secreted by the lungs cuboidal epithelium.
or cuboidal epithelial cells of the alveolar is secreted. Mainly alveolar epithelium main function is exchange of gases, and cuboidal epithelium providing surfactants, and endothelium another macrophagic cells. Type 3 cells is macrophagic or dust cell. The function is macrophagic action. Okay, but the correct answer is cuboidal epithelium is the correct answer for this question. Next, obstetrical conjugate. Obstetrical conjugate is just more than biparietal diameter. So the correct answer is 11 centimeter is the obstetrical conjugate. Next, deep transit occipito-posterior position. Occipito-posterior position. Okay. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് കുട്ടികളെ പരീക്ഷ എഴുതിയോളൂ, ഒരുപാട് പേരൊന്നും എഴുതിയില്ല. പക്ഷെ എഴുതിയവർക്കൊക്കെ ഈസി ആയിരുന്നു, ബിക്കോസ് നമ്മളെ പഠിപ്പിച്ച 100 ക്വസ്റ്റ്യൻസും വന്നു അല്ലെ. സോറി, 80 ഔട്ട് ഓഫ് 80 നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ നോട്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ നിമാൻസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഒരു ഈസിയുള്ള ഒരു എക്സാം കൂടെ വന്നു നോസെറ്റ് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും, ഈസി ആയിരിക്കും. നമ്മുടെ DMA എക്സാം ഇതുപോലെ ഈസി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ വീഡിയോസിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ കമന്റ് എന്താണെന്ന് നോക്കിയതിനു ശേഷം അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് തിരുത്തി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള നേഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബിന് വേണ്ടിയുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ വീഡിയോ അവരിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ള തോന്നൽ. ഓക്കെ, താങ്ക് യു. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.